നല്ല ഷേപ്പ് കിട്ടുന്ന ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മളിട്ടുണ്ട്. അത് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നുണ്ട്, അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ യൂട്യൂബിലുള്ളവർക്ക് വീഡിയോയുടെ ലാസ്റ്റും ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പീസ്. എന്നിട്ട് അതിനെ മടക്കിയിട്ട് നമ്മുടെ പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ട് ആ ഒരു നൈറ്റിയുടെ നടുക്കുള്ള പോർഷനും സൈഡിലുള്ള പോർഷൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു കറുത്ത പീസ് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് പകരമായിട്ട് പൈപ്പിംഗ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇത്രയും പൈപ്പിംഗ് ത്രെഡ് എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, അത് ലേസ് വേണമെങ്കിലും ഇടയിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ പ്രിൻസസ് കട്ട് ചെയ്തു വരുന്ന നൈറ്റിയുടെ ലുക്ക് വേറെ കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം വരെയും ഹിപ്പിൻ്റെ ഭാഗം വരെയൊക്കെ നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിൻസസ് കട്ടിൻ്റെ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ സൈഡുള്ള ഭാഗവും ചെസ്റ്റ് പോർഷൻ്റെ ഭാഗത്തിൻ്റെ നടുക്കതേ ഇതുണ്ട് 2 ഇഞ്ച് വീതിയുള്ള കുറച്ച് നീളത്തിലൊരു തുണി കട്ട് ചെയ്ത് അത് മടക്കി വെച്ചിരിക്കുക. അത് മടക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ നമ്മൾ ഈ 2 പീസിൻ്റെ നടുക്കാണ് ബ്ലാക്ക് തുണി വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. കട്ടിങ് വീഡിയോ ഓൾറെഡി യൂട്യൂബിലുള്ളവർക്ക് വീഡിയോയുടെ ലാസ്റ്റും കാണാം, ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, കാരണം ഇത് ഒരു 4-5 ദിവസമായി ഇട്ടിട്ട്, കാരണം ഇതിൽ ഒരുപാട് വർക്ക് വന്നതുകൊണ്ട് ഒരുപാട് സമയം എടുത്തു എനിക്ക് ചെയ്യാനായിട്ട്. കാരണം പ്രിൻസസ് കട്ട് വരണം, നൈറ്റി നെക്ക് ഡിസൈൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട്. ഇതിന് ശേഷം നമ്മൾ പ്രിൻസസ് കട്ട് വെച്ച ശേഷം അതൊന്ന് കണ്ടോ ആ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിരിക്കണം ഞാൻ കേട്ടോ. അതിന് ശേഷം നോക്കിക്കത് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചേക്കാം. നിർബന്ധമില്ല അത് ചെയ്യണമെന്ന്, ഞാൻ പിന്നെ ഒന്ന് ചെയ്തു തന്നേയുള്ളൂ കണ്ടോ. ഇനി ഇതുപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം കേട്ടോ. അപ്പോൾ 2 സൈഡും ഞാൻ ചെയ്ത് നടുവൊന്നും മടക്കി വെച്ചിട്ടുണ്ട്. നെക്ക് ചെയ്യാനായിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട് ബ്ലാക്ക്, 12 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളവും. അപ്പോൾ നീളത്തിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്, നീളത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, വീതി വെച്ച് മടക്കി 12 ഇഞ്ച് വീതി 13 ഇഞ്ച് നീളം. കഴുത്തിൻ്റെ അകലമൊക്കെ ഓരോരുത്തർക്കും ഓരോരോ അളവുകളാണ്, ആ രീതിക്കനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു നമുക്ക് നൈറ്റ് തയ്ക്കുന്നവർക്കൊക്കെ ഒരു ഐഡിയാസ് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വെച്ച് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഒരു 3 ഇഞ്ച് ഔട്ട് സൈഡായിട്ട് ഒരു ബോർഡർ പോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കഴുത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. 13 ഇഞ്ചാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ നീളം, ആ ഒരു ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ നീളം 13, വീതി 12. ഓക്കെ, അപ്പം നെക്കൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. ആ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് പീസാണ് നമ്മൾ വെച്ചിരിക്കുന്ന പ്രിൻസസ് കട്ട്, ബാക്കിൽ നോർമൽ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇനി കണ്ടോളൂ, 3 ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ കഴുത്തിൻ്റെ താഴ്വശത്ത് നമുക്കൊരു ബോർഡർ പോലെ ഒരു 2 ഇഞ്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വണ്ണം ഒരു 3 ഇഞ്ചോ 2 ഇഞ്ചോ വെച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ചരിച്ച് താഴോട്ട് കൊണ്ടുവരാം. നിങ്ങൾ അത് ഡിസൈൻ നോക്കുമ്പോൾ മനസ്സിലാവും, അത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. അതിന് അളവുകളൊന്നും കാര്യങ്ങളൊന്നുമില്ല, രീതിക്കനുസരിച്ച് ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഡിസൈൻസ് വേണമെങ്കിൽ ചെയ്യാം. പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം ഞാൻ 2 സൈഡും ഫ്രണ്ടിൽ കൊടുത്തിട്ട് ബാക്കിൽ നോർമൽ നൈറ്റി പോലെ തന്നെയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു ഷേപ്പ് കിട്ടും നമുക്ക് ഈ ഒരു നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. അതൊരു സ്പെഷ്യൽ ഭംഗിയാണ്. പ്രിൻസസ് കട്ട് നമ്മൾ കുർത്തി പോലെ തന്നെയാണ് നൈറ്റിക്ക് നമുക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിൽ ഇങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷം അതിനെ കൂടെ യോജിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങനെ നമുക്ക് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ നിവർത്തി വെച്ചിട്ട് ഇതിനൊരു പൈപ്പിംഗ് എഫക്റ്റ് പോലെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്കൊന്ന് വെച്ചടിക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ ഞാൻ അടിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് കണ്ട നല്ല വശത്തിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഉള്ളിലോട്ട് മറച്ചിട്ടിട്ട് ഒരു പൈപ്പിംഗ് പോലെ കുറച്ച് പുറത്ത് കാണത്തക്ക രീതിയിൽ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് നൈറ്റിയുടെ ഉൾവശത്താണ് വെക്കേണ്ടത്. നമുക്ക് എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടാം. കണ്ടോ ഇതുപോലെ വെച്ച ശേഷം നമുക്ക് കഴുത്തടിച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടാം. കാലഞ്ച് തയ്യൽ തുമ്പ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല വശത്തേക്ക് തിരിച്ചിടാം. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ
ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിടാം. നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടോളൂ, ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും പതിച്ചടിക്കണം. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു ബോർഡർ ഭാഗവും നൈറ്റി തുണിയോട് ചേർത്ത് വെച്ച് പതിച്ചടിക്കണം. അപ്പോൾ നമ്മൾ അതും കൂടി ഞാൻ തയ്ച്ച് കൊണ്ടുവരാം കേട്ടോ. അതൊക്കെ തയ്ച്ച് ഇനി ബാക്ക് പോർഷനൊക്കെ ചെയ്ത് സ്ലീവൊക്കെ ജോയിൻ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. അതേ പ്രിൻസസ് കട്ടാണ് ഫ്രണ്ടിൽ, ബാക്കിൽ നോർമൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ സംഭവവും ചെയ്ത് വെച്ച് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ഇതേ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് ഞാൻ ഇട്ടും കൂടി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ കഴുത്തിൻ്റെ ഭാഗം വരുന്നതും അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫുൾ. പ്രത്യേകിച്ച് നോക്കിക്കുക, ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും ഒക്കെ നമുക്ക് നല്ല താഴത്തുനിന്ന് നന്നായിട്ട് ഫ്ലെയർ എടുത്തിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പണി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കാൽഭാഗത്തിനൊക്കെ അവിടെയൊക്കെ ടൈറ്റ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു വണ്ണം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലുള്ള ർക്ക് സ്ക്രീനിൽ ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കട്ടിങ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അതെ, അപ്പോൾ കണ്ടല്ലോ, നല്ലൊരു കഴുത്തിൻ്റെ കൈക്കുഴിയുടെ അവിടെയും നമ്മുടെ വയറിൻ്റെ ഭാഗത്തും പ്രത്യേകിച്ച് ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ നല്ലൊരു ഷേപ്പ് നമുക്ക് നൈറ്റിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ പുറത്തും തയ്ച്ചു കൊടുക്കാൻ നോക്കിക്കോളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്